ദാവീദിൻ്റെ പ്രാർത്ഥനകൾ. 17-ാം സങ്കീർത്തനത്തിൽ ദാവീദിൻ്റെ ഹൃദയത്തിൽ നിന്നുയരുന്ന ഒരു പ്രധാന പ്രാർത്ഥനാ വാചകമുണ്ട്. കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളെല്ലാവരും. എൻ്റെ വാക്കുകൾക്ക് ശ്രദ്ധ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. എൻ്റെ വിഷയത്തിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ ദാവീദ് മനോഹരമായ 17-ാം സങ്കീർത്തനത്തിലെ പ്രാർത്ഥന തുടങ്ങുന്നത്, ദൈവമേ, കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, എൻ്റെ പ്രാർത്ഥന അങ്ങ് ചെവിക്കൊള്ളണമേ എന്നാണ്. പ്രാർത്ഥനയിൽ നമ്മുടെ വിഷയങ്ങൾ മാത്രം ഫോക്കസ്ഡ് ആണ് നമ്മളെല്ലാവരും. ആ പ്രവിഷയങ്ങൾ ഉയരുന്ന നമ്മുടെ അധരങ്ങൾ, നമ്മുടെ ജീവിതം എങ്ങനെയുണ്ടെന്ന് പലപ്പോഴും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല. ദാവീദ് പറയുന്നത്, ദാവീദിൻ്റെ ഒരു ഉറപ്പുണ്ട്, എൻ്റെ പ്രാർത്ഥന കപടമില്ലാത്ത എൻ്റെ അധരങ്ങളിൽ നിന്നാണ്. കർത്താവെ, അതുകൊണ്ട് അങ്ങ് ഇത് കൈക്കൊള്ളണം. ആ സങ്കീർത്തനം പ്രാർത്ഥന നീണ്ടുപോകുമ്പോൾ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ താൻ പറയുന്ന ഒരു വാക്ക് പറഞ്ഞ് ഇന്നത്തെ ചിന്തയ്ക്ക് കുത്തിടട്ടെ. തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്തു നിന്നും എന്നെ വിടുവിക്കണമേ. ആരാണ് ഈ ലൗകിക പുരുഷന്മാർ? വേൾഡ്ലി പീപ്പിൾ. ലോകത്ത് 2 തരം മനുഷ്യന്മാരാണ് ഉള്ളത്. ഒന്ന് ആത്മീകന്മാരും മറ്റൊന്ന് ലൗകികന്മാരും. ലൗകികന്മാരുടെ ഏറ്റവും വലിയ പ്രത്യേകത, അവർ ഈ ഭൂമിയിൽ മാത്രം ഫോക്കസ്ഡ് ആയിട്ടുള്ളവരാണ്. ഈ ഭൂമിയിലെ നന്മകളും ഭൂമിയിലെ ഉയർച്ചകളും ഭൂമിയിൽ നമ്മൾ ഉന്നതരാവണമെന്നും ഇവിടുന്ന് നേട്ടങ്ങൾ കൈവരിക്കണമെന്നും ഒക്കെ ചിന്തിക്കുന്നവരാണ് അവർ. അവരുടെ ഓഹരി ഈ ആയുസ്സിലാണ്. അവർ ധാരാളം സമ്പത്തുണ്ടാക്കുന്നുണ്ട്. അവർക്ക് ഒത്തിരി മക്കളുമുണ്ട്. അവരുടെ ധനശിഷ്ടം അവർ കുഞ്ഞുങ്ങൾക്ക് വെച്ചേച്ച് പോകുന്നവരാണ്. ദേ ആർ വെൽ സെറ്റിൽഡ് ഇൻ ദിസ് ലാൻഡ്. ഇവിടെ അവർ ഒത്തിരി സമ്പൽ സമൃദ്ധി അനുഭവിക്കുന്നവരാണ്. അവരുടെ ചിന്തകൾ ഈ ഭൂമിയിൽ മാത്രം ഡിപ്പെൻഡ് ആയിട്ടുള്ളതാണ്. അങ്ങനെയുള്ളൊരു വലിയൊരു സമൂഹത്തിൻ്റെ നടുക്കാണ് നമ്മൾ ജീവിക്കുന്നത്. ദാവീദിൻ്റെ പ്രാർത്ഥന, എന്നെ അവരെ പോലെ ആക്കണേ എന്നല്ല. കർത്താവേ, അവർക്ക് ദൈവം കൊടുത്തു, എനിക്കൊന്നും തന്നില്ല എന്നല്ല. ദാവീദിൻ്റെ പ്രാർത്ഥന വ്യത്യസ്തമാകുന്നത്, കർത്താവേ, ഇങ്ങനെ ഉള്ള ഈ ലൗകിക പുരുഷന്മാരുടെ വശത്ത് നിന്ന് അങ്ങയുടെ തൃക്കൈ കൊണ്ട് തന്നെ എന്നെ ഒന്ന് വിടുവിച്ചെടുക്കണേ. ഈ ലോകത്തിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള, ഈ ലോകത്തിലെ നേട്ടങ്ങളിൽ ഒത്തിരി സന്തോഷിച്ച് അതിൽ മാത്രം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്ന വലിയൊരു സമൂഹത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് താൻ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്, കർത്താവെ, ഇതിൻ്റെ നടുവിൽ നിന്ന് എന്നെ അങ്ങൊന്ന് വിടുവിക്കണം. അങ്ങയുടെ തൃക്കൈ കൊണ്ട് എന്നെ ഒന്ന് വിടുവിക്കണം. ഇവിടെ എന്നെ ഉയർത്തണം, ഇവിടെ എന്നെ മാനിക്കണം, അവരെ തുല്യമായി എന്നെ ഉയർത്തണമെന്നല്ല. ഈ സമൂഹത്തിൽ ഇങ്ങനെയുള്ള വ്യക്തികളുടെ ഇടയിൽ നിന്ന്, ഈ ലൗകിക പുരുഷന്മാരുടെ വശത്ത് നിന്ന് അങ്ങയുടെ തൃക്കൈ കൊണ്ട് എന്നെ ഒന്ന് വിടുവിക്കണേ കർത്താവെ. നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കാനും, കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കുന്നതിൽ പ്രത്യാശിക്കാനും, കർത്താവിൻ്റെ വരവിൽ ഓർക്കാനും, ഈ ലോകത്തോട് അനുരൂപമാകാതെ ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് രൂപാന്തരപ്പെടാനും എന്നെ സഹായിക്കണമേ എന്നുള്ള പുതിയ നിയമ വെളിപ്പാടുകൾക്കൊപ്പം നിൽക്കുന്ന ഈ നല്ല പ്രാർത്ഥന, തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്തു നിന്നും എന്നെ വിടുവിക്കണേ. നമുക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാവരും ലോകത്തിലേക്ക് മാത്രം അവരുടെ ദൃഷ്ടികളെ പതിക്കുമ്പോൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ജയപരാജയങ്ങളും വിജയങ്ങളും തോൽവികളും തീരുമാനിക്കുമ്പോൾ, ദൈവവചനപ്രകാരം സക്സസ് ആവാൻ, വിളിയിൽ വിശ്വസ്തനാവാൻ, നിത്യതയെ അവകാശമാക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.